ആ ഒരു നേരം നമ്മുടെ ആളുടെ ഡ്രസ്സ് അവിടെയുള്ള ഒരു ഷോളിൽ കുടുങ്ങിയിട്ട് അവിടെയുള്ള സാധനങ്ങളെല്ലാം താഴെ വീണ് പൊട്ടിപ്പോവാണ്. അവിടെയുള്ള എല്ലാവരും അവനെ തന്നെ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ആളുടെ ക്രെഡിറ്റ് കാർഡിലെ ബാലൻസ് ആണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ കയ്യിലുള്ള കാശ് മുഴുവൻ കൊടുത്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മുടെ ആള് വീണ്ടും വീണ്ടും ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അവളോട് പറയും, ടർക്കി ബാ, നമുക്ക് ഇവിടെ നല്ല സുഷി കിട്ടും, വാ നമുക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിൽ പിടിക്കുമ്പോൾ ഇവൾ അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവനോട് പറയും, എന്നിനെ നീ ടർക്കിന്ന് വിളിക്കണ്ട, മേ ബി നമ്മൾ കപ്പിളായിരിക്കാം, പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് എന്നെ വെറുതെ വിട്ടേക്ക്. ഒന്നാമത് ഇപ്പൊ എന്റെ ഓർമ്മ പോയിരിക്കാണ്, പിന്നെ നിന്നെ പോലെ ഒരുത്തനെ എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റില്ല, ഇന്നൊരു ദിവസത്തേക്ക് നമ്മൾക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയാണ്. ഇപ്പൊ അവന് ചോദിക്കാണ്, എന്നെ പോലെ ഒരുത്തനോ, നീ എന്ത് ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, നീ നിന്നെ തന്നെ കണ്ടിട്ടില്ലേ, നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് വരാന്ന്. ഇവളീ പറഞ്ഞത് നമ്മുടെ ചെക്കൻ അങ്ങോട്ട് കൊള്ളു. അവനിങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. അന്നേരം അവന്റെ കയ്യിൽ നിന്ന് ആ ചാർട്ടെല്ലാം താഴേക്ക് പോകും. അവൻ ആ ഒരു സിഗ്നല് തെറ്റിച്ച് ക്രോസ് ചെയ്യാണ്. ഇന്നേരം ഒരു കാർ അവൻ ഇടിക്കാനെല്ലാം പോകുന്നുണ്ട്. പക്ഷെ അവൻ ഒന്നും അറിയുന്നില്ല. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇങ്ങനെ മറഞ്ഞു പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആള് എന്നെ തിരിച്ചു വരാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഞാൻ ആ ഒരു സുഷി കിട്ടുന്ന കട കണ്ടുപിടിച്ചു, വായോ നമുക്ക് അവിടേക്ക് പോവാന്ന്. ഇവന് പോയ കിളി തിരിച്ചു വന്നതാണോ അതോ പുതിയ കിളി വന്നതാണോ എന്ന് അറിയില്ല. നമ്മുടെ ആളെപ്പോഴും ഡിഫറെന്റ് ആണ്, ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്. ഇവൾക്കും ഇതിപ്പോ എന്താ സംഭവം എന്ന് പിടികിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ഒരു കടയിലേക്ക് പോവാണ്. ഇവനാണെങ്കിൽ ഇവൾക്ക് വേണ്ട ഫുഡും കൂടെ ആ ഒരു മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്യാണ്. അതായത് നമ്മുടെ ആൾക്കറിയാം ഇവൾക്ക് ഏത് ഫുഡാണ് ഇഷ്ടം എന്നല്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഇവളാണെങ്കിൽ എനിക്കുള്ള ഫുഡ് ഞാൻ ഓർഡർ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് മെനു കാർഡ് തട്ടിപ്പറിച്ച് നോക്കിയിട്ട് അവൻ പറഞ്ഞ സെയിം ഫുഡ് തന്നെ അവൾ ഓർഡർ ചെയ്യാണ്. എന്നിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പനി ആവാണ്. ഇവനെ ചെറുതായിട്ടൊക്കെ ഇഷ്ടമായി തുടങ്ങാണ്. എന്നിട്ട് അവള് അവനോട് പറയാണ്, നീ പറഞ്ഞ പോലെ നമുക്ക് പുറത്ത് പോവാം, ആ ഒരു സ്നോ ഫെസ്റ്റിവല് കാണാനായിട്ട് പോവാന്ന് പറയാണ്. നമ്മുടെ ചെറുക്കനും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവൾ അവനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആയേ, നീ കഥ പറയുന്നു പറയാണ്. അപ്പൊ അവനും പറയാണ്, ഞാൻ നിന്റെ ബോസ് ആണ്, ഞാൻ നിന്നെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് അധികം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം വൈറ്റില് ലാവൻഡർ പൂക്കളുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നീ വന്നു ഓഫീസിലേക്ക്. അന്നേരം നിന്റെ പ്രിന്റർ കംപ്ലൈന്റ് ആയിരുന്നു, അത് ശരിയാക്കാനായിട്ട് ഞാൻ വന്നു എന്ന് പറയുമ്പോൾ അവള് പറയാണ്, നീ എന്റെ ബോസ് അല്ലേ, നീ എന്തിനാ എന്റെ പ്രിന്ററൊക്കെ നന്നാക്കാനായിട്ട് വന്നേന്ന്. ചെറുക്കൻ അപ്പോഴും പതറില്ല. അവൻ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയയിൽ പറയും, എനിക്ക് അത്യാവശ്യം ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടെന്ന്. എന്നിട്ട് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം പറയാണ്, നീ എന്നും വൈകി വരുന്നോണ്ട് നിനക്ക് പാർക്കിംഗ് സ്പേസ് കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് നിനക്കുള്ള പാർക്കിംഗ് സ്പേസ് പിടിച്ചു വെക്കും. പിന്നെ നിന്റെ ടേബിൾ എപ്പോഴും വൃത്തികേടായിട്ടായിരിക്കുള്ളൂ കിടക്കണ്ടാവുക, ഞാനത് എന്നും ക്ലീൻ ചെയ്ത് വെക്കുന്നു. ഇവള് വിചാരിക്കുക അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നല്ലാണ്. പിന്നെ ഇവൾ എപ്പോഴും കളിക്കുന്ന ഒരു ഫാമിംഗ് ഗെയിം ഉണ്ട്. ആ ഒരു അക്കൗണ്ട് ഇവ ഹാക്ക് ചെയ്തിട്ട് ഇവൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിലും കളക്ട് ചെയ്ത് വെക്കും. പിന്നെ ഇവളുടെ മ്യൂസിക് ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അതിവൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇവളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഇതെല്ലാം ഞാൻ അറിയാതെയാണോ ചെയ്തതെന്ന് ഇവള് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയാണ്. ഇപ്പോൾ ഇവളൊരു കാര്യം ശ്രദ്ധിക്കുകയാണ്, നമ്മുടെ ആള് മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. അവനത് അവന്റെ ശീലമാണെന്ന് പറയുമ്പോൾ അവള് പറയും, എന്നാ പിന്നെ അതിപ്പോ തന്നെ ശരിയാക്കിയേ പറ്റൂന്ന്. എന്നിട്ട് അവനോട് അവളുടെ കണ്ണിലേക്ക് നോക്കാനായിട്ട് പറയാണ്. നമ്മുടെ ആൾക്ക് ആദ്യമൊന്നും പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് വീണ്ടും അവള് നിർബന്ധിച്ച് അത് ചെയ്യിക്കുകയാണ്. അവള് പറയും, മിനിമം 1 മിനിറ്റെങ്കിലും എന്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കണമെന്ന്. ഇന്നേരം കുറച്ച് കഴിയുമ്പോൾ അവള് മതി നിനക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് പോവാൻ നേരം അവൻ പറയും, 32 സെക്കൻഡ് ഇപ്പോഴായിട്ടുള്ളൂ എന്ന്. ഇന്നേരം അവന്റെ ഫോണിലേക്ക് ബർത്ത്ഡേ വിഷ് ചെയ്ത് മറ്റേ ഒരു കസ്റ്റമർ കെയർ എന്നുള്ള മെസ്സേജ് വരാണ്. ഇന്നേരം അവൾ അത് കാണുന്നുണ്ട്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത ഒരു സ്ഥലത്തേക്ക് പോവാണ്. കുറെ കുരങ്ങന്മാര് കുളിക്കുന്ന ഒരു സ്ഥലം. അവിടുത്തെ സീൽ വെച്ചിട്ട് അവർ അടുത്ത സ്ഥലത്തേക്ക് പോകും. അവിടെ എത്തുമ്പോൾ അവരൊരു സംഭവം കാണാണ്. അവൾ കളക്ട് ചെയ്യുന്ന ആ ഒരു ടോയ് കിട്ടുന്ന ഒരു മെഷീൻ അവിടെ ഉണ്ടാവും. ഇവനാണെങ്കിൽ ആ ടോയ്സിനെ കുറിച്ച് ഇവളുടെ അടുത്ത് പറയാണ്, നിനക്കാണെങ്കിൽ ഈ ടോയ്സിൽ ഒരു ടോയ് ഒഴികെ ബാക്കി എല്ലാം കിട്ടിയെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടോയ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ വീണ്ടും ട്രൈ ചെയ്യാണ്. പക്ഷെ അവൾക്ക് കിട്ടി തന്നെ ഇരിക്കുള്ളൂ പിന്നെയും കിട്ടും. അങ്ങനെ അവർ അവിടുത്തെ സീൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഇന്നേരം അവളെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവനോട് ചോദിക്കുകയാണ്, ഇവൻ എന്തെല്ലാം അറിയുമെന്ന് അറിയാനായിട്ട്. നമ്മുടെ ആളാണെങ്കിൽ പൊലിയാണ്, അവൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അവൻ അറിയത്തുമില്ല. എനിക്കിതുവരെ എത്ര ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവന് 4 എന്ന് പറയുന്ന നേരം അവൾ പറയും, അല്ല തെറ്റാണ് 3 ആണെന്ന്. ഇപ്പൊ അവനും നീ എന്നെ കൂട്ടിയില്ല എന്ന് പറയുമ്പോൾ അവളും അത് സമ്മതിച്ചു കൊടുക്കാണ്. പെട്ടെന്ന് അവളുടെ ഫോൺ ഓൺ ആവാണ്. അവൾക്ക് എന്തോ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഇന്നേരം അവളുടെ ഫോണിൽ കുറെ ഫോട്ടോസ് അത് അവൾ കാണാണ്. അതിൽ ഇവളുടെ ശരിക്കുള്ള ബോയ് ഫ്രണ്ട് മറ്റേ ആള് ആ ഒരു ബോസ് അയാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം ഇവള് കാണാണ്. ഇന്നേരം നമ്മുടെ ആള് ടെൻഷൻ ആവുന്നുണ്ട്. അവള് പറയുന്നുണ്ട്, ഇയാൾ എനിക്ക് ഓർമ്മ വന്നു. നേരത്തെ കണ്ട ഗ്രൂപ്പ് ഫോട്ടോയിലും ഇയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇയാൾ ആരാന്ന് ഇവനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെക്കൻ പറയും, ഇവന്റെ പേര് ഡെൻചായ് എന്നാണ്, നമ്മുടെ ഓഫീസിൽ തന്നെ IT ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണേന്ന്. ഇപ്പൊ ഇവള് പറയും, IT-ലാണ് വർക്ക് ചെയ്യണേന്ന് കണ്ടാ പറയില്ല, ഇവൻ കുറച്ച് ഓവറായിട്ട് ഡ്രസ് ചെയ്തേക്കണേന്ന്. അങ്ങനെ ഇവര് റെയിൽവേ സ്റ്റേഷനിൽ എത്താണ്. അവിടെ എത്തുമ്പോൾ അവിടെയുള്ള ആള് പറയും, ആ ഒരു ഐസ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ അതില്ല, സ്നോയും വിൻഡും കൂടുതലായതുകൊണ്ട് ട്രെയിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാന്ന്. നമ്മുടെ ആളും കുറെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പുറത്തെ കൊടും സ്നോയൊന്നും അവൻ വകവെക്കാതെ പുറത്തേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ട് അവളോട് പറയാണ്, ഇവിടെ പുറത്ത് പ്രൈവറ്റ് ആയിട്ട് കാറ് റെന്റിന് കിട്ടും, നമുക്ക് അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോവാന്ന് പറയാണ്. ഇപ്പൊ ഇവളും
പറയണം അതൊന്നും വേണ്ട, അതെല്ലാം ഒരുപാട് അപകടമാണെന്ന് പറയാണ്. ഇവനും പറയും ഈ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ഇത് അവസാനത്തെ ദിവസമാണെന്നല്ല. ഇതിന് അവളാണെങ്കിൽ അതിനിപ്പോ എന്താ, ഇന്ന് കണ്ടില്ലെങ്കിൽ എന്താ, നമുക്ക് അടുത്ത വർഷം വീണ്ടും വരാന്ന് പറയാണ്. ഇന്നേരം നമ്മുടെ ആൾക്ക് ഒരുപാട് സങ്കടമാവാണ്. അവര് നിൽക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിലാണ്. ഇന്നേരം അവിടെ കരണ്ട് പോവാണ്. ഇപ്പോ നമ്മുടെ ഡെന്നാണെങ്കിൽ ഒരു മൂലയ്ക്ക് പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന നേരം ഇവള് എന്തോ ഒരു ചെറിയ കേക്ക് എന്തോ കൊണ്ടുവന്ന് അവനടുത്തേക്ക് വരാണ്. ഇന്ന് അവന്റെ ബർത്ത്ഡേ ആണ്. അവനോട് നീ മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചിട്ട് ഇത് ഊതാനായിട്ട് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നുണ്ട്. ഇന്നേരം അവള് നീ എന്താ ആഗ്രഹിച്ചെന്ന് ചോദിക്കുന്ന നേരം അവൻ പറയാണ് പെട്ടെന്ന് ഈ സ്നോ എല്ലാം മാറി നമുക്ക് ആ ഒരു സ്നോ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റണേന്നാണെന്ന്. ഇപ്പൊ അവള് ചിരിച്ചിട്ട് പറയും നീ എന്റെ ആഗ്രഹം നടത്താനാണോ ആഗ്രഹിച്ചത്, നിന്നെ കുറിച്ചൊന്നും നിന്റെ മനസ്സിലില്ലേന്ന്. മാത്രമല്ല ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്കപ്പ് ആയതാണ്. എന്നിട്ട് അവള് പറയും നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടെ തരാം, നീ എന്നെ രണ്ടാമത് ഫ്ലൈറ്റ് ചെയ്ത് വീഴ്ത്തണമെന്ന് പറയാണ്. എന്നിട്ട് അവള് പോയിട്ട് അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കുന്ന പോലെ ഒന്ന് അഭിനയിക്കുകയാണ്. ഇവൻ വന്ന് അവളോട് സംസാരിക്കണം. നമ്മുടെ ചെറുക്കനും ഗൂഗിളിലൊക്കെ എന്താണ്ടൊക്കെ തപ്പിയിട്ട് കാണാപ്പാടം പഠിച്ച് അത് വന്ന് പറയാണ്. പക്ഷെ ഇത് അവൾക്ക് മനസ്സിലാവും. ഇവളും ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ സ്വന്തമായിട്ടൊന്നും ഇല്ലടാന്ന്. ഇന്നേരം നമ്മുടെ ആളും സ്വന്തമായിട്ട് എന്തൊക്കെയോ കാച്ചുന്നുണ്ട്, അതിൽ ഈ പെണ്ണ് ഫ്ലാറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് അവൾ അവനോട് പറയും നിനക്ക് ഫ്ലൈറ്റ് ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നേരം അവിടെ കറണ്ട് വരാണ്. പോരാത്തിന് പുറത്തെ മഞ്ഞെല്ലാം കുറഞ്ഞുകൊണ്ട് ട്രെയിൻ സർവീസ് വീണ്ടും തുടങ്ങിയിട്ടുണ്ടാവും. അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമാവാണ്. അങ്ങനെ അവർ ആ ഒരു സ്നോ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ അവര് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും എല്ലാം ആ ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ആ ഒരു ടോയ് കിട്ടുന്ന മെഷീൻ അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് അവരൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു സ്നോമാൻ, ആ ഒരു റയർ ആയിട്ടുള്ള ടോയ് അത് അവൾക്ക് കിട്ടാണ്. അവൾക്ക് ഇപ്പം ഇതെന്താന്ന് അറിയില്ലെങ്കിലും നമ്മുടെ ആൾ പറയുന്നുണ്ട് നിനക്ക് നാളെ ഇത് കിട്ടിയതോർത്തിട്ട് ഒരുപാട് സന്തോഷമാവുന്നു. ഇപ്പൊ അവള് പറയാണ് ഈ ഒരു സ്നോമാന് നിന്നെ പോലെ തന്നെ കണ്ണാടി ഉണ്ടെന്ന്. അങ്ങനെ അവര് രണ്ടാളും കപ്പിൾസിനെ പോലെ ആ ഒരു സ്നോ ഫെസ്റ്റിവലിലുള്ള ഓരോ ഗെയിമൊക്കെ കളിച്ച് അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കാണ്. ഇപ്പോ അവളാണെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ നോക്കുന്ന നേരം ഡെൻ അത് തടയാണ്. അവൻ പറയാണ് ഫോട്ടോ വേണ്ട, ഇത് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ മതിയെന്ന്. ഇപ്പൊ അവളും ഒരുപാട് സന്തോഷിച്ചിട്ട് പറയാണ് ആദ്യം നീ എന്റെ ബോയ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായില്ല. ഞാൻ വിചാരിച്ചത് ഒരുപക്ഷെ ഞാൻ മദ്യപിച്ചിരിക്കുമ്പോൾ സമ്മതിച്ചതായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാ ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആയെന്നുള്ള കാര്യം. എന്നിട്ട് അവര് രണ്ടുപേരും കൂടെ നേരെ പോണത് ആ ഒരു സ്നോ ഫെസ്റ്റിവലിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം ഐസ് കൊണ്ട് പണിത ഒരു ഗോപുരം. അത് ഇന്ന് രാത്രി മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. നാളെ നേരം വെളുക്കുമ്പോൾ അതെല്ലാം മെൽറ്റായി പോകും. ഇപ്പൊ നോയി പറയുന്നുണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത് ഉണ്ടാക്കിണ്ടാവുക, എത്ര പേരുടെ ഹാർഡ് വർക്ക് ആയിരിക്കും ഇത്, നാളെ രാവിലെ ഇതെല്ലാം പോവില്ലേന്ന്. നമ്മുടെ ഡെന്നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ തന്നെ. അങ്ങനെ സ്നോ ഫെസ്റ്റിവൽ എല്ലാം കഴിഞ്ഞ് അവര് തിരിച്ച് ഹോട്ടലിലേക്ക് വരാണ്. ഇന്നേരം ആ ഒരു ഹോട്ടലിന് ഫ്രണ്ടിലുള്ള ഒരു ചെറിയ ചർച്ച്, നമ്മുടെ ഡെൻ അവളെ ആ ഒരു ചർച്ചിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇപ്പൊ അവള് നീ ഇത് എന്താ കാട്ടണേന്ന് ചോദിക്കുമ്പോ അവൻ റിങ് പോലെ ഇരിക്കുന്ന ഒരു മിഠായി എടുത്തിട്ട് അവളോട് ചോദിക്കും നോയി വിൽ യു മാരി മീ. ഇപ്പൊ ഇവള് പറയും നീ ഇത് എന്തൊക്കെ പറയണേ. ഇപ്പൊ ഇവൻ പറയും നീയല്ലേ പറഞ്ഞേ നിനക്ക് 30 വയസ്സിനുള്ളിൽ കല്യാണം കഴിക്കണമെന്ന്, നീ പറയും വിൽ യു മാരി മീ. അന്നേരം അവളും ചിരിച്ചിട്ട് അവന് കൈ കാണിച്ചു കൊടുക്കാണ്. അവനും ആ ഒരു റിങ് പോലെ ഇരിക്കുന്ന മിഠായി അവളുടെ കയ്യിലിടുമ്പോ അത് പൊട്ടി പോകുന്നുണ്ട്. ഇപ്പൊ ഇവൻ പേടിക്കേണ്ട എന്റെ വേറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ മിഠായി എടുത്ത് അവളുടെ കയ്യിലിടാണ്. എന്നിട്ട് അതുപോലെ തന്നെയുള്ള ഒരെണ്ണം അവൾക്കും കൊടുത്തിട്ട് അവളും അത് അവന്റെ കയ്യിലിടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവര് രണ്ടുപേരും റൂമിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ അവര് രണ്ടുപേരും കിസ് ചെയ്യാണ്. അത് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വഷളാവാൻ തുടങ്ങും. ഇപ്പൊ ഡെൻ ആണെങ്കിൽ പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിച്ചിട്ട് അവളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. നീ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ല, ഞാൻ ടോപ്പ് അല്ല എന്ന് പറയാണ്, ഞാൻ പറഞ്ഞതെല്ലാം നുണയാണെന്ന് പറയാണ്. ഇപ്പൊ അവളും ഷോക്കായി നിൽക്കാണ്. അവൾ ചോദിക്കാണ് നീ ആരാന്ന്. ഇപ്പൊ അവൻ പറയുന്നുണ്ട് നമ്മൾ ഒരേ കമ്പനിയിൽ തന്നെ ഉള്ളതാണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയാണ്. ഇപ്പൊ അവള് ചോദിക്കും അപ്പൊ നിനക്ക് എങ്ങനെ എന്റെ ബർത്ത് മാർക്കിനെ കുറിച്ചിട്ട് അറിയാം. അപ്പൊ അവൻ പറയും അതൊരു ദിവസം ആക്സിഡന്റലി സംഭവിച്ചതാണ്, ഞാൻ മനഃപൂർവ്വമല്ല, ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയാണ്. ഇന്നേരം അവളും ദേഷ്യത്തിൽ അവനെ കുറെ അടിച്ചിട്ട് അവന്റെ ബാഗ് എല്ലാം എടുത്ത് വിൻഡോ കൂടെ എടുത്ത് പുറത്തേക്ക് എറിയാണ്. എന്നിട്ട് അവനെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. അവൻ പറയുന്നതൊന്നും അവൾ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾക്ക് ആകെ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയാണ്. ഇന്നേരം അവൾ ഫോൺ എടുത്തിട്ട് അതിൽ ഫോട്ടോസ് എല്ലാം നോക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവാണ് ഈ ടോപ്പ് എന്ന് പറയുന്നത് അവളുടെ കൂടെ നിന്നിരുന്ന ആ ഒരാളാണെന്ന്. അവൾ കോണ്ടാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേരിൽ ആരും കാണില്ല. അന്നേരമാണ് അവൻ പറഞ്ഞത് അവൾ ഓർക്കുക. അന്നേരം മൈ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു കോണ്ടാക്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് അവൾ വിളിച്ചു നോക്കുകയാണ്. അപ്പൊ നേരെ അപ്പുറത്ത് ആ ഒരു ശരിക്കുള്ള ബോസ് അയാൾ ഫോൺ എടുക്കായിരിക്കും. അയാളുടെ അടുത്ത് ഇവള് ചോദിക്കുകയാണ് നീ ടോപ്പാണോ, നീ എന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന്. ഇപ്പൊ അയാള് പറയാണ് ഇവിടെ ഭാര്യയും മോനുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാന്ന്. ഇവൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അയാളുടെ മോന്റെ ശബ്ദം അവൾ ആ ഫോണിൽ കൂടെ കേൾക്കാണ്. അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഓൾറെഡി ഒരു കൊച്ചും ഭാര്യയ്ക്കുള്ള ഇയാളെയാണോ ഞാൻ പ്രേമിക്കണേന്ന്. ഇവള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഡെന്നിനെ അന്വേഷിക്കുകയാണ്. ഇന്നേരം നമ്മുടെ ഡെന്നാണെങ്കിൽ അവള് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ ഒരു ബാഗ് തപ്പിപ്പിടിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോയ സാധനങ്ങളൊക്കെ തപ്പിപ്പറക്കി എടുക്കായിരിക്കും. ഇന്നേരം അവൾ വന്നിട്ട് അവനോട്
ചോദിക്കുകയാണ്, നീ സത്യം പറയും, ഞാൻ ബോസിന്റെ കീപ്പാണോ, ഞാൻ അവന്റെ മിസ്ട്രസ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഇന്നേരം അവനൊന്നും മിണ്ടില്ല. ഇവളാണെങ്കിൽ ഒരു കൊട്ട മഞ്ഞെടുത്തിട്ട് അവന്റെ മേത്തേക്ക് വലിച്ചെറിയാണ്. അവൻ അതേന്ന് പറയുമ്പോൾ അവളാകെ തകർന്നു പോകും. എന്നിട്ട് അവൾ സ്വയം സമാധാനിക്കാനായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെ അവന്റെ മിസ്ട്രസ് ആയി, അവൻ എന്നെ പറ്റിക്കായിരുന്നു, എനിക്കറിയില്ലായിരുന്നു അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന കാര്യം, അല്ലേ, അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവൾ കരയുന്ന നേരം ഒരു കൊട്ട മഞ്ഞെടുത്ത് അവൻ അവളുടെ മേത്തേക്ക് എറിഞ്ഞിട്ട് അവൻ പറയും, അല്ല നിനക്കറിയായിരുന്നു അയാളുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം നിനക്കറിയായിരുന്നു എന്ന് പറയാണ്. ഇപ്പൊ അവള് പറയും, അല്ല ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല, ഞാനപ്പോ ഒരു കുടുംബം കലിക്കായിരുന്നു എന്നെല്ലാം ചോദിക്കുകയാണ്. ഇപ്പൊ അവൻ പറയും, അയാള് ഡിവോഴ്സ് ആവാൻ പോവാണ്, അയാള് ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ കല്യാണം കഴിക്കാന്ന് അയാൾ നിന്നോട് പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പൊ അവള് പറയാണ്, എന്നിട്ട് ഞാൻ എന്തിനാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്, അയാളുടെ ഭാര്യയുടെ കൂടെ അവിടെ ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ അവൻ പറയും, അയാളുടെ ഭാര്യ ഗർഭിണിയാണ്, ഇത് നീ അറിഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചു, എന്നിട്ട് അയാളുടെ അടുത്ത് നീ വെയിറ്റ് ചെയ്യാന്നും പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പൊ അവൾക്ക് കാര്യം മനസ്സിലാവാണ്. അവള് പറയാണ്, അപ്പോ ഇത് ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല അല്ലേന്ന്, അതായത് ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാവാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന നേരം അവൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവര് രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവള് ചോദിക്കുകയാണ്, എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് നീ എന്നോട് കള്ളം പറഞ്ഞപ്പോ നീ എന്ത് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ അവൻ ആ ഒരു പ്രണയമണിയെ കുറിച്ച് പറയാണ്. എന്റെ മനസ്സിൽ അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ അടിവാരത്തിൽ ഒരു മണിയുണ്ട്, പ്രണയമണി, അതടിച്ച് പ്രാർത്ഥിച്ചാല് ഏത് ആഗ്രഹവും സാധിക്കുന്നതാണ്. ഞാൻ അന്ന് ആ ഒരു മണി അടിച്ചിട്ട് ഒരു ദിവസം നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ഇരിക്കാനായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു, അതിന്റെ പിറ്റേ ദിവസമാണ് നിന്റെ ഓർമ്മ പോയെന്ന്. ഇപ്പൊ അവള് പറയും, നീ എന്തിനാ അങ്ങനെ പ്രാർത്ഥിച്ചേ, ഒരു ദിവസം കിട്ടിയിട്ട് എന്തിനാ. ഇപ്പൊ അവൻ പറയും, എന്നെ പോലെ ഒരാൾക്ക് ഈ ഒരു ദിവസം തന്നെ കിട്ടാന്നുള്ളത് വലിയ പാടാണ്. ഇന്നേരം അവള്, പക്ഷെ ഞാൻ നാളെ എല്ലാം മറന്നുപോയില്ലേ എന്ന് പറയുമ്പോ ഡെൻ പറയും, പക്ഷെ ഞാൻ മറക്കില്ലല്ലോ, എന്റെ ജീവിതകാലം മുഴുവൻ ഓർക്കാനായിട്ട് എനിക്ക് ഈ ഒരു ദിവസം തന്നെ ധാരാളാന്ന് പറയാണ്. ഇപ്പൊ അവള് പറയും, നീ ചെയ്തത് എന്തായാലും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു, എന്റെ റിയൽ ലൈഫിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടാണ് ഞാൻ ഇന്ന് ജീവിച്ചതെന്ന്. എന്നിട്ട് അവൾ അവനോട് പറയും, ഇനി തൊട്ട് നീ എന്നോട് നുണ പറയാനായിട്ട് പാടില്ല എന്ന്. അവനും ഓക്കെ എന്ന് പറയാണ്. നമ്മുടെ ചെക്കൻ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ആ ഒരു മഞ്ഞിന്ന് അവന്റെ ബാഗിൽ നിന്ന് പോയ ആ ഒരു സ്നോമാന്റെ ടോയ് ഉണ്ടല്ലോ അത് പെറുക്കിയെടുത്ത് വന്നിട്ട് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയാണ്, ഇപ്പൊ നിനക്കിത് മനസ്സിലാവില്ല, പക്ഷെ നാളെ നീ ഇത് കിട്ടിയതോർത്ത് ഒരുപാട് സന്തോഷിക്കുമെന്ന് പറയാണ്. ഇപ്പൊ അവളാണെങ്കിൽ അവന് ഒരു ഉമ്മ കൊടുത്തിട്ട് അവനോട് പറയും, ഇപ്പൊ ഞാൻ കിസ് ചെയ്തത് ഡെന്നിനെയാണ് അല്ലാതെ ടോപ്പിനെ അല്ല എന്ന് പറയാണ്. അവനും ഒരുപാട് സന്തോഷമാവാണ്. ഇപ്പൊ നോയി ഫോൺ എടുത്തിട്ട് ആർക്കോ എന്തോ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചെക്കനോട് പറയും, ഞാൻ ബോസായിട്ട് ബ്രേക്കപ്പ് ആയി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇനി അവനായിട്ട് എനിക്കൊരു റിലേഷൻ വേണ്ടാന്ന് പറയാണ്. ഇപ്പോൾ ഡെൻ പറയും, നോയി നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നാളെ നിന്റെ ചിന്താഗതി മൊത്തം വേറെ ആയിരിക്കും, നാളെ നിനക്ക് ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല, ആ ഒരു ബോസിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു എന്ന് മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവുള്ളൂ എന്ന്. ഇപ്പൊ നോയി ചോദിക്കും, അപ്പൊ നാളെ നീ എന്റെ അടുത്ത് വന്നിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും പറയില്ലേ എന്ന് പറയുമ്പോൾ അവൻ പറയും, ഞാൻ എന്ത് പറയാനാ, നിന്റെ ഓർമ്മ പോയി, ആ സമയം നോക്കിയിട്ട് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു എന്നോ. ഇപ്പൊ നോയി പറയും, ഇന്ന് സംഭവിച്ച പോലെ തന്നെ നാളെ സംഭവിച്ചുകൂടാന്നില്ലല്ലോ. ഇപ്പൊ ഡെൻ പറയും, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ആദ്യം പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായത് ഓർമ്മയില്ലേ, അതാണ് റിയാലിറ്റി, എനിക്ക് ഈ ഒരു ദിവസം കിട്ടിയല്ലോ, അത് മതിയെന്ന് പറയാണ്. ഇപ്പൊ അവള്, നീ സെൽഫിഷാണ്, നീ എന്നെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാണ്. അതിലവള് ഇന്നത്തെ ഡേറ്റ് പറയും, 11th ഫെബ്രുവരി. എന്നിട്ട് പറയാണ്, ഇന്ന് എനിക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരാളാണ് എന്റെ കൂടെ നിൽക്കുന്നത്, പക്ഷെ നാളെ ഞാൻ ഇതെല്ലാം മറന്നുപോകും, ഇന്ന് ഈ ലോകത്ത് നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ മനുഷ്യനാണെന്ന് പറയാണ്. നാളെ നീ ഇതെല്ലാം മറക്കുമ്പോൾ ഇയാള് നിന്നെ അന്വേഷിച്ച് വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന് നീ ഒരു അവസരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവള് കരയാണ്. ഇപ്പൊ അവനാണെങ്കിൽ ഫോൺ മാറ്റിയിട്ട് അവളോട് പറയും, നോയി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ മുമ്പ് ഒരിക്കൽ നിന്റെ അടുത്ത് വന്നിരുന്നു എന്ന്. എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അന്ന് പാർട്ടി നടന്ന ദിവസം ഉണ്ടല്ലോ, സിനിമ തുടങ്ങിയത് അതും കാണിച്ചിട്ടായിരുന്നു. അന്ന് ബോസ് അയാളുടെ ഭാര്യയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്ന നേരം നോയി അവിടെ ഒറ്റയ്ക്ക് നിന്ന് കരയുന്നുണ്ടാവും. അന്നേരം ഡെൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, നോയി അയാൾക്ക് വേണമെങ്കിൽ നേരത്തെ അയാളുടെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ വേണമെങ്കിൽ ട്രിപ്പിന് കൊണ്ടുപോയായിരുന്നു, പക്ഷെ അയാൾക്ക് ഒരു ഒളിയും മറയൊക്കെ വേണമെന്നുള്ളതുകൊണ്ടാണ് ഇതൊരു ഓഫീസ് ട്രിപ്പായിട്ട് എല്ലാവരുടെയും കൂടെ നിന്നെ കൊണ്ടുപോയെന്ന്. അതായത് അയാളെ പറ്റിക്കാണെന്ന് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഈ ബോധമില്ലാത്ത പെണ്ണിന് അത് മനസ്സിലാവില്ലല്ലോ. നിനക്ക് വേറെ നല്ല ചെക്കന്മാരെ കിട്ടൂലോ എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ അവളോട് പറയും, എല്ലാ ദിവസവും നേരത്തെ വന്ന് നിനക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കുന്നത് ഞാനാണ്, നിന്റെ ടേബിൾ ക്ലീൻ ചെയ്യുന്നതും ഞാൻ തന്നെയാണ്, നിനക്ക് ഇഷ്ടമുള്ള ഗെയിമിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതും നിനക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കണ്ടുപിടിച്ച് നിന്റെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തിടുന്നതെല്ലാം ഞാനാണെന്ന് പറയാണ്. ഇന്നേരം പെട്ടെന്ന് അവളുടെ കൂട്ടുകാരത്തി അവിടേക്ക് വരും. ഇവളാണെങ്കിൽ മുഖം ചുളുക്കിയിട്ട് ഇവനൊരു വട്ടനാന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിൽ കയറി പോകുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിൽ ഇവൻ പറയും, റിയാലിറ്റി നോക്കാൻ ശരിക്കും ഞാനുള്ള ലിഫ്റ്റിൽ നിനക്ക് കയറാൻ പോലും ഇഷ്ടമല്ല എന്ന് പറയാണ്. ഒരിക്കല് ഇവനെ ലിഫ്റ്റിൽ കണ്ടപ്പോ എന്തോ എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി അവൾ അതിൽ കയറാതെ തിരികെ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞിട്ട്, ഞാൻ ഇനി ഒരിക്കലും അങ്ങനത്തെ ഒരു പെണ്ണാവില്ല, എന്റെ ഇപ്പോ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ, നാളെ നീ എന്റെ അടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി പറയില്ലെന്ന് പറയാണ്. അവനും തലാട്ടിയിട്ട് ആന്ന് പറയുമ്പോ ഇവള് പൊട്ടിക്കരഞ്ഞിട്ട് അവനോട് പറയും, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്നോട് നുണ പറയില്ല എന്ന്. അവൾക്കറിയാം അവൻ വരില്ല എന്ന്. അവൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത സീനില് അവര് രണ്ടുപേരും ഹോട്ടൽ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവൾ അവനോട് പറയാണ്,
ഒരുപക്ഷെ ഇന്ന് നടന്ന കാര്യങ്ങൾ ഞാൻ നാളെ മറന്നില്ലെങ്കിലോ അങ്ങനെ സംഭവിച്ചൂടെയെന്ന്. ഇപ്പൊ അവൻ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവന്റെ തോളിൽ കിടന്ന് കുറച്ചു കഴിയുമ്പോൾ അവൾ ഉറങ്ങിപ്പോവാണ്. ഡെൻ അവളെ എടുത്ത് ബെഡിൽ കിടത്തുന്നുണ്ട്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിറ്റേ ദിവസം ഈ ഒരു സീസൺ കഴിഞ്ഞു. ആ നാട് മുഴുവൻ വീണ്ടും ക്രമീകരിക്കുകയാണ്. ഇവിടെ നൂയി എഴുന്നേൽക്കുമ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം തൊട്ടടുത്തായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. അവൾ കയ്യിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഡെൻ ഇട്ട് കൊടുത്ത ആ ഒരു മോതിരം അതെങ്ങനെ വന്നു എന്ന് അവൾക്ക് ഓർമ്മയില്ല. തലേദിവസം നടന്ന എല്ലാ കാര്യങ്ങളും അവൾ മറന്നിരിക്കുകയാണ്. നൂയി പുറത്തേക്ക് ഇറങ്ങി റിസപ്ഷനിൽ പോയിട്ട് ആരാ എന്നെ തിരിച്ച് മുറി കൊണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് നിങ്ങളുടെ സുഹൃത്താണെന്ന്. ആരാന്ന് ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല. ഇന്നേരം വേറൊരാൾ വന്നിട്ട് ബസ് എടുക്കാറായി എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാണ്. ഇന്നേരം നമ്മുടെ ആള് മേളിൽ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവും. അവന്റെ കയ്യിലുള്ള ആ ഒരു മിഠായി മോതിരം അത് അവനടുത്ത് തിന്നാണ്. അവന് കിട്ടിയ ആ ഒരു വൺ ഡേ അത് കഴിഞ്ഞു എന്ന് അവൻ അങ്ങനെ റിയലൈസ് ചെയ്യാണ്. ഇവള് കയറുന്ന അതേ ബസ്സിൽ തന്നെ അവനും കയറുന്നുണ്ട്. പക്ഷെ ഇവൻ അവള് കാണുപോലുമില്ല. അവളുടെ ഫോണില് പുള്ളിക്കാരത്തി തന്നെ തലേദിവസം ആ ഒരു ബോസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു മെസ്സേജ് അവള് കാണാണ്. ഇന്നേരം തന്നെ അയാൾ അവളെ വിളിക്കുന്നുണ്ട്. അയാൾ എന്നിട്ട് ചോദിക്കാണ് എന്താ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചതെന്ന്. ഇപ്പൊ അവളും എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെയൊന്നും അയച്ചിട്ടില്ല എന്ന് പറയാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവിടെ ഓഫീസിൽ വന്നിട്ട് കാണാന്ന് പറയാണ്. ഇതേ സമയം ബസ്സിൽ വെച്ചിട്ട് ഇവരിന്നലെ സ്നോ ഫെസ്റ്റിവലിൽ കണ്ട ആ ഒരു ഐസ് കൊണ്ട് ഉണ്ടാക്കിയ ഗോപുരം ഇവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. ഇപ്പൊ ഡെൻ ആണെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് സങ്കടപ്പെടാണ്. എന്നാലും തലേദിവസത്തെ ഓർമ്മകൾ അവനിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവൻ ചിരിക്കുകയാണ്. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് പിറ്റേ ദിവസം കാണിക്കുകയാണ്. അവരുടെ ഓഫീസിൽ നോയിനോട് അവളുടെ കൂട്ടുകാരത്തി നീ ഇന്നലെ അവിടെ സ്റ്റേ ചെയ്തില്ലേ, ആ ഒരു സ്നോ ഫെസ്റ്റിവലിനെല്ലാം പോയോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയും ഇല്ല, ഞാൻ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോന്നു എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു കൂട്ടുകാരത്തി നോയുടെ ഫോണിലെടുത്ത അവർ ഒരുമിച്ചുള്ള ഫോട്ടോസ് എല്ലാം അവൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാണ്. ഫോൺ എടുക്കാൻ വേണ്ടി പുള്ളിക്കാരത്തി ബാഗ് ചെക്ക് ചെയ്യുമ്പോൾ ഇവള് പോവാൻ പ്ലാൻ ചെയ്ത സ്ഥലങ്ങളൊക്കെയുള്ള ആ ഒരു മാപ്പ് ഉണ്ടല്ലോ അത് അവൾക്ക് കിട്ടാണ്. അതിനകത്ത് എല്ലാ സ്ഥലങ്ങളും സീൽ ചെയ്തിട്ടുണ്ട്. അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. മാത്രമല്ല ആ ഒരു ടോയ് അതും അവൾക്ക് കിട്ടാണ്. ഇപ്പോ ഈ ഒരു ഫോൺ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന കേബിൾ അവരുടെ കയ്യിലില്ല. അത് മേടിക്കാനായിട്ട് നോയി IT ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഗുണ്ടപ്പൻ അവളുടെ അടുത്ത് പറയാണ് കേബിൾ ചിലപ്പോ ഡെന്നിന്റെ ടേബിളിലുണ്ടാവും, ഞങ്ങൾ നല്ല തിരക്കിലാണ്, കാരണം ഡെൻ പെട്ടെന്ന് ജോലി നിർത്തി പോയിന്ന് പറയാണ്. അവളും അത് കാര്യാക്കില്ല, കാരണം ഡെന്നിന് അവിടെ ആർക്കും പ്രത്യേകിച്ച് കാര്യമല്ലല്ലോ. പുള്ളിക്കാരത്തി അവിടുന്ന് കേബിൾ കൊടുത്തിട്ട് നേരെ ഫോൺ കണക്ട് ചെയ്ത് അവൾ അവളുടെ കൂട്ടുകാരത്തിയായിട്ട് അന്നെടുത്ത ഫോട്ടോസ് എല്ലാം ഇരുന്ന് നോക്കാണ്. ഇപ്പോ അതിന്റെ ഏറ്റവും അവസാനമായിട്ട് ഒരു വീഡിയോ അത് അവള് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അവൾ ആ ഒരു സ്നോ ഫെസ്റ്റിവലിൽ പോയിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവളുടെ കൂടെയുള്ള കൂട്ടുകാരത്തി ചോദിക്കുന്നുണ്ട് നീ അപ്പോ ആ ഒരു സ്നോ ഫെസ്റ്റിവലിന് പോയില്ല എന്നെല്ലാം പറഞ്ഞിട്ടെന്ന്. ആ ഒരു വീഡിയോയിൽ എന്താന്ന് വെച്ചാല് അവള് ആ ഒരു ഐസ് കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്തൊക്കെയോ ചിരിച്ചു കളിച്ച് പറയാണ്. കൂടെയുള്ള ആളുടെ ഫേസ് അതിനകത്തില്ല. ഇന്നേരം അവളുടെ കണ്ണീന്ന് കണ്ണുനീര് വരാണ്. ഈ അടുത്തൊന്നും പുള്ളിക്കാരത്തി ഇത്രയും സന്തോഷമായിട്ട് ഇരുന്നിട്ടില്ല. അങ്ങനെ അവൾ കരഞ്ഞോണ്ടിരിക്കെ ആ ഒരു ബോസ് അവിടേക്ക് വരാണ്. അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നിനക്ക് എന്താ സംഭവിച്ചത്, നിനക്ക് എന്നോട് ദേഷ്യമാണോ, നീ വിഷമിക്കണ്ട, അടുത്ത വർഷം നമുക്ക് ആ ഒരു സ്നോ ഫെസ്റ്റിവലിന് പോവാന്ന് പറയാണ്. ഇപ്പൊ അവളാണെങ്കിൽ അയാളുടെ കൈ തട്ടി മാറ്റിയിട്ട് പറയും ഇനി അതിന്റെ ആവശ്യമില്ല, ഞാൻ അവിടേക്ക് പോയി കഴിഞ്ഞു എന്ന്. ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഇന്നലെ ശരിക്കും നടന്ന എന്താന്ന് കാണിക്കാണ്. ഇവൾ ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഡെൻ അവൾ ഫോൺ എടുത്തിട്ട് അവൾ അവസാനം റെക്കോർഡ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഡെന്നിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൾ എടുത്തു വെച്ച ആ ഒരു വീഡിയോ അത് അവൻ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിന് തൊട്ടു മുമ്പുള്ള ഈ ഒരു വീഡിയോ ഇപ്പൊ അവള് കണ്ട ആ ഒരു വീഡിയോ അത് മാത്രം അവൻ ഡിലീറ്റ് ചെയ്യില്ല. കാരണം അതിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവണം അന്ന് അവൾ അത്രയും ഹാപ്പി ആയിരുന്നു എന്ന്. ആ ഒരു വീഡിയോ നോക്കിയിട്ട് അവനും ചിരിക്കാണ്. ഇപ്പോ ആ ഒരു വീഡിയോയിലെ അവളുടെ ആ ഒരു ചിരി കാണിച്ചിട്ട് ഈ സിനിമ അവസാനിക്കാണ്. ഗായ്സ്, അവസാനം വരെ നമ്മുടെ ഡെന്നിനെ അവൾ അറിയില്ല. പക്ഷെ അവൾ ആരോ ഇങ്ങനെ ഹാപ്പി ആക്കിയിട്ടുണ്ടെന്ന് അവൾക്ക് അറിയാതാനും. പക്ഷെ അത് ആരാണെന്ന് അറിയില്ല. ഡെൻ ആണെങ്കിൽ അവളോടൊപ്പുള്ള ആ ഒരു ദിവസത്തെ ഓർമ്മകളായിട്ട് അവിടുത്തെ ജോലി നിർത്തി വേറെ എങ്ങോട്ടേക്കോ പോയി. ആ ഒരു യഥാർത്ഥ പ്രണയം അവള് തിരിച്ചറിയാതെ പോവാണ്. പക്ഷെ അവസാനം ഞാനൊന്ന് പ്രതീക്ഷിച്ചു ഇനിയിപ്പോ അവൾക്ക് ഓർമ്മ പോയില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സിനിമ ഇങ്ങനെ അവസാനിച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യാ. അടുത്ത സിനിമയായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ അതുവരേക്കും അന്നാര സുമാനാര.